സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണല്ലോ സാമ്പാർ. അപ്പോൾ ഇന്ന് നമുക്ക് അസാധ്യ രുചിയിലുള്ള ഒരു സാമ്പാറിന്റെ റെസിപ്പി കാണാം. വീഡിയോയുടെ അവസാനം സാമ്പാറിന്റെ ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് കൂടെ ചേർക്കുന്നുണ്ട്. കൂടാതെ വീഡിയോയിലുടനീളം തന്നെ പെർഫെക്റ്റ് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക. ആയിട്ട് ആദ്യം ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. 250 ml കപ്പിലാണ് 1/4 കപ്പ് എടുത്തേക്കുന്നത്. തുവരപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ തൂർദാലാണ്. പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്കായിട്ടാണ് ഞാൻ അതൊന്ന് എടുത്തു പറഞ്ഞത്. അത് നമ്മൾ ഈ കുക്കറിൽ തന്നെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഫ്രൈ ചെയ്ത് എടുത്തിട്ട് സാമ്പാർ വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. വറുത്ത പരിപ്പ് തണുത്ത് കഴിഞ്ഞപ്പോൾ അതൊന്ന് കഴുകി അതേ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിലിട്ട് ഫ്രൈ ചെയ്തതിന്റെ റീസൺ അപ്പം വേറെ ഒത്തിരി പാത്രങ്ങൾ കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ പരിപ്പ് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളമാണ് അളന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് പരിപ്പ് വേകാൻ കൃത്യം പാകത്തിനുള്ള വെള്ളമാണ്. കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് പരിപ്പ് വേവിക്കുമ്പം പരിപ്പ് ഇങ്ങനെ തിളച്ചു തൂകി പോവില്ല കേട്ടോ. മിക്ക പ്രഷർ കുക്കറിനും 2 മുതൽ 3 വിസിൽ വന്നു കഴിയുമ്പോഴേക്കും പരിപ്പ് നന്നായിട്ട് വേകും. പക്ഷെ എൻ്റെ ഈ കുക്കറിന് വിസിലല്ല, ഇതുപോലെ ആവി വന്നു കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ആവി വന്നു കഴിയുമ്പോൾ ഞാനത് നിർത്തും. പിന്നെ അതിന്റെ പ്രഷർ എല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് തുറക്കുന്നത്. ഇപ്പൊ നമ്മുടെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. കുക്കറിന്റെ മുകൾ വശമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. ഒരു തുള്ളി പരിപ്പ് പോലും തിളച്ച് തൂകി പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പരിപ്പ് വേവിക്കുമ്പോൾ. അല്ലെങ്കിൽ ഈ പരിപ്പിനകത്തേക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് കുക്കറിനകത്തേക്ക് ഒരു സ്പൂൺ ഇട്ട് പരിപ്പ് വേവിച്ചാലും തിളച്ച് തൂകി പോവില്ല കേട്ടോ. അപ്പൊ നമ്മുടെ പരിപ്പ് വെന്തോന്നൊന്ന് നോക്കാം. നമ്മുടെ പരിപ്പ് ഇവിടെ നല്ല വെണ്ണ പോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു സ്പൂണോ കയ്യിലോ ഒക്കെ വെച്ച് നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത്രയും പരിപ്പിന് കണ്ടോ കൃത്യ അളവായിരുന്നു ആ വെള്ളം. ഒട്ടും അടിക്ക് പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ പരിപ്പ് നന്നായിട്ട് ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. പരിപ്പെല്ലാം ഒന്ന് ഉടച്ചെടുത്തു. ഇനി നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 10-15 ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. സവോളയെക്കായും ടേസ്റ്റ് ചെറിയ ഉള്ളി കൊണ്ട് സാമ്പാർ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പൊ ആദ്യം ഉള്ളി ഇട്ട് കൊടുത്തു. അതുപോലെ കഷ്ണങ്ങളായിട്ട് കുറച്ച് പർപ്പിൾ ബീൻസ്, മത്തങ്ങ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, വഴുതനങ്ങ, അതുപോലെ കുറച്ച് ചൊരയ്ക്ക, ഇത്രയുമാണ് ഞാൻ എടുത്തേക്കുന്നത്. പർപ്പിൾ ബീൻസിന് ഞാൻ ഇവിടെ വീട്ടിലുണ്ടായത് കൊണ്ടാണ് അത് എടുത്തത്. നിങ്ങൾക്ക് അതിന് പകരം കൊത്തമ്പരയോ വാളംപയറോ ഒക്കെ ചേർക്കാവുന്നതാണ്. അപ്പം അതെല്ലാം കൂടെ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയും വെജിറ്റബിൾസ് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. അത് പിന്നീടാണ്. അത് ഞാൻ വഴിയെ കാണിക്കാം കേട്ടോ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന്. എന്നിട്ട് ഇത്രയും വെജിറ്റബിൾസിന് ഞാൻ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെജിറ്റബിൾസ് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം. വെള്ളരിക്കയോ പടവലങ്ങയോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് 4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു കളറിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തത്. കായം നമ്മുടെ സാമ്പാർ പൊടിയിൽ ഉണ്ട്. കായം ചേർത്ത് തന്നെയാണ് സാമ്പാർ പൊടി പൊടിച്ചു വെച്ചേക്കുന്നത്. എന്നാലും നമ്മൾ ഈ കഷ്ണത്തിന്റെ കൂടെ ഒരു ചെറിയ കഷ്ണം കായം ഇട്ട് വേവിക്കുമ്പോൾ ഈ കഷ്ണത്തിന് ഒരു പ്രത്യേക സ്വാദും മണവും ഒക്കെ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് കായം ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഒരു വിസിൽ അടുപ്പിച്ചാൽ മതിയാവും. പക്ഷെ ഞാൻ എൻ്റെ ഈ പ്രഷർ കുക്കറിൽ ആവി വന്നു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് വെക്കും. എന്നിട്ട് പ്രഷർ പോയി കഴിയുമ്പം അത് തുറന്നെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാവേ. ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ബാക്കി കഷ്ണങ്ങളായിട്ട് കുറച്ച് മുരിങ്ങയ്ക്കയാണ്. ഞാനൊരു 1.5 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ 2 പച്ചമുളക് നടുകെ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് വെന്തുടഞ്ഞു പോകും. പിന്നെ നമുക്ക് മുരിങ്ങയ്ക്കയും തക്കാളിയും ഒന്നും കണ്ണിന് കാണാൻ പോലും കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് നേരത്തെ ചേർത്ത് വേവിക്കാഞ്ഞത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പുളി ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് പുളി ചേർക്കാൻ പോകുന്നത്. ഒരു നെല്ലിക്ക വലിപ്പത്തിന്റെ ആണ് വാളംപുളി ഞാൻ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പുളി ഒട്ടും കൂടി പോകാൻ പാടില്ല. അപ്പൊ ആദ്യമേ കുറച്ച് പുളിയെ ചേർക്കാവുള്ളൂ ആദ്യമായിട്ടൊക്കെ സാമ്പാർ ഉണ്ടാക്കുന്നവര്. അപ്പൊ ഞാൻ ഇത്രയും പുളി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി കൊടുത്തു. ഇനി കുറച്ച് വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കണം. അത് വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കണ്ട, ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി.
അത് അതിൻ്റെ വഴുവഴുപ്പ് മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഈ കഷ്ണങ്ങളെല്ലാം കൂടെ നമ്മൾ കുക്കർ മൂടാതെ തന്നെ തുറന്നു വെച്ചാണ് ഒന്ന് വേവിക്കുന്നത്. ഒന്ന് തിളച്ചാൽ മതി സാമ്പാർ. അപ്പോഴേക്കും ഈ കഷ്ണങ്ങളൊക്കെ വെന്തോളും. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച സാമ്പാറാണ്. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാമ്പാർ പൊടിയാണേലും കുഴപ്പമില്ല. അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളത്തിലാണ് കലക്കി എടുത്തേക്കുന്നത്. പൊടി ഡയറക്റ്റ് ഇനിയിപ്പോൾ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് കലങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം, ചെറിയ ചൂടുവെള്ളം ചേർത്താണ് അതൊന്ന് കലക്കിയേക്കുന്നത്. കലക്കി അത് നമ്മൾ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ കാണിക്കുന്ന സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സാമ്പാർ തിളച്ചപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ശർക്കരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയാണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ മതി. ഈ ശർക്കര ഒഴിവാക്കരുത് കേട്ടോ, അപ്പോഴാണ് ഈ സദ്യ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അപ്പം നമ്മൾ ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊരു താളിപ്പ് ഉണ്ടാക്കണം. അതിനും പ്രത്യേകതയുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. കടുകും ഉലുവയും കൂടെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ചുമന്നുള്ളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ചുമന്നുള്ളി ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് കറിവേപ്പിലയും പച്ചമുളകും ചേർത്തു. ഇനിയിപ്പോൾ ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച് ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീർന്നിട്ടില്ല, ഇനിയും സാധനങ്ങൾ നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന കുറച്ച് മല്ലിയിലയാണ്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ മല്ലിയിലയും കൂടെ വരുമ്പോഴാണ് സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി അവസാനം നമ്മൾ ഒരു ടിപ്പ് കൂടെ ചെയ്യുന്നുണ്ട്. അതുകൂടെ ചെയ്ത് കഴിയുമ്പം സാമ്പാറിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാവും കേട്ടോ. വേറൊന്നും അല്ലാതെ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ്. അപ്പം നെയ്യും കൂടെ ചേർത്ത് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് മൂടി വെക്കുക. എന്നിട്ട് ഇനി നമുക്ക് അരമണിക്കൂർ കഴിയുമ്പം ഇത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റുള്ള സദ്യ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഓണത്തിന് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.